ഓരോ കോമ്പറ്റീഷൻ നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, നമ്മൾ സ്ഥിരമായിട്ട് സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഏതൊരു മേഖലയിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് പഠനമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എവിടെയും നമുക്ക് റെഗുലറായിട്ട് സ്ഥിരമായിട്ട് നമ്മളുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, നമ്മളുടെ ആ പഠനത്തിലേക്കുള്ള നമ്മുടെ താല്പര്യം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജഡ്സ് കറണ്ട് അഫയേഴ്സ് ഒരു ദിവസം അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്: ഇന്ത്യ മംഗോളിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആരംഭിക്കുന്നു. 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ അവിനാഷ് സാബ്ളയ്ക്ക് സ്വർണം. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ആദ്യത്തെ വുമൻസ് ബാച്ചിന് ഗ്രാജുവേഷൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ 800 ഗോൾസ് തികച്ചു. ഇതെല്ലാം ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 17th എഡിഷൻ ഓഫ് ഇന്ത്യ മംഗോളിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 17ാം പതിപ്പ്. ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഇന്ത്യ മംഗോളിയ ആരംഭിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 17ാം പതിപ്പിൻ്റെ പേരെന്താണ്? നൊമാഡിക് എലിഫന്റ്. നൊമാഡിക് എലിഫന്റ് എന്ന എക്സസൈസ് ഇത് ഇന്ത്യ മംഗോളിയ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. നൊമാഡിക് എലിഫന്റ് ഇതിൻ്റെ 17th എഡിഷൻ, 17ാമത്തെ വർഷം ആണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 17ാം പതിപ്പായ നൊമാഡിക് എലിഫന്റ് എവിടെ നടക്കും? ഉലാൻ ബത്താർ, മംഗോളിയ. മംഗോളിയ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ആണ് ഉലാൻ ബത്താർ. ഉലാൻ ബത്താറിൽ വെച്ചാണ് ഇപ്പോൾ ഇന്ത്യ മംഗോളിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് നൊമാഡിക് എലിഫന്റ്. ഓരോ വർഷവും ഇത് ഓരോ രാജ്യങ്ങൾ വെച്ചായിരിക്കുള്ളൂ. ഈ പ്രാവശ്യം 17th എഡിഷൻ ഇത് നടക്കാൻ പോകുന്നത് മംഗോളിയയിലെ ഉലാൻ ബത്താറിലാണ്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 16ാം പതിപ്പായ നൊമാഡിക് എലിഫന്റ് എവിടെയാണ് നടന്നത്? 2024 ജൂലൈയിൽ മേഘാലയയിലെ ഉംറോയ്. കഴിഞ്ഞ വർഷം നൊമാഡിക് എലിഫന്റ് എന്ന ആ ഒരു മിലിറ്ററി എക്സസൈസ് നടന്നിട്ടുള്ളത് മേഘാലയയിലെ ഉംറോയ് എന്ന സ്ഥലത്താണ്. 2024 ജൂലൈയിൽ വരാൻ പോകുന്ന മിലിറ്ററി എക്സസൈസ് ഇത് നടക്കാൻ പോകുന്നത് മംഗോളിയയിലെ ഉലാൻ ബത്താറിലാണ്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 17ാം പതിപ്പിൽ ഏത് ഇന്ത്യൻ ആർമി യൂണിറ്റുകളാണ് പങ്കെടുക്കുക? അരുണാചൽ സ്കൗട്ട്. ഓരോ മിലിറ്ററി എക്സസൈസിലും ആർമിയുടെ ഓരോ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ആർമിയുടെ ഓരോ ബറ്റാലിയൻ ആണ് പങ്കെടുക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഇന്ത്യ മംഗോളിയ നൊമാഡിക് എലിഫന്റ് എന്ന ആ ഒരു മിലിറ്ററി എക്സസൈസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ആർമിയിലെ യൂണിറ്റാണ് അരുണാചൽ സ്കൗട്ട് എന്ന് പറയുന്ന യൂണിറ്റ്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 17ാം പതിപ്പായ നൊമാഡിക് എലിഫന്റ് ഏത് തീയതിയിലാണ് ആരംഭിക്കുക? 31 മെയ് 2025. ഇപ്പം നാളെ ആരംഭിക്കുകയാണ് നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്ന എക്സസൈസ്. ഇതിന് ഇന്ത്യൻ ആർമി മംഗോളിയയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നടക്കാൻ പോവുകയാണ് ഇന്ത്യ മംഗോളിയ എക്സസൈസ്. ഇത് മിലിറ്ററി എക്സസൈസ് ആണ്. നൊമാഡിക് എലിഫന്റ് എന്ന പേരിൽ ആണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇത് ഇന്ത്യയിലായിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സാബ്ലെ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഗോൾഡ് ഇൻ ദി 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ്. 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ സാബ്ലെ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യയിലെ പ്രൊഫഷണൽ അത്ലറ്റ് ആയിട്ടുള്ള നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള സാബ്ലെ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ സ്വർണം കരസ്ഥമാക്കി. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ സ്വർണം നേടുന്ന 36 വർഷത്തിനിടെ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അവിനാഷ് സാബ്ളെ. അപ്പം അവിനാഷ് സാബ്ളെയാണ് 36 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ അത്ലറ്റ് സ്റ്റിപ്പിൾ ചേസ് എന്ന ഇനത്തിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. അത് അവിനാഷ് സാബ്ളെയാണ്. ആഫ്റ്റർ 36 ഇയേഴ്സ്, 36 വർഷത്തിന് ശേഷമാണ് സ്റ്റിപ്പിൾ ചേസ് എന്ന ഇനത്തിൽ. 1975 പുരുഷ സ്റ്റിപ്പിൾ ചേസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഹർബൽ സിംഗ്. ഹർബൽ സിംഗ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി സ്റ്റിപ്പിൾ ചേസ് എന്ന ഇനത്തിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അവിനാഷ് സാബ്ളെയാണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആണ് സ്വർണം കരസ്ഥമാക്കുന്നത് സ്റ്റിപ്പിൾ ചേസിൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഫസ്റ്റ് ബാച്ച് ഓഫ് വുമൻ കാഡറ്റ് ഗ്രാജുവേറ്റ് ഫ്രം NDA ഇൻ പൂനെ. പൂനെയിലെ NDAയിൽ നിന്ന് ബിരുദം നേടിയ വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ച്. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ആദ്യത്തെ ഒരു ബാച്ച് ആണ് വനിതാ ബാച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്.
ആദ്യത്തെ ഗ്രാജുവേഷൻ സെറമണി നടന്നു. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് 17 വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ച് ഏത് തീയതിയിലാണ് ബിരുദം നേടിയത്? 2025 മെയ് 29. 2025 മെയ് 29 പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് 17 വനിതാ കേഡറ്റുകൾ ബിരുദം നേടിയിട്ടുള്ളത്. നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെയിലെ കടക്വാസ്ലയിലാണ്. ആദ്യത്തെ ബാച്ച് ആണ്, വനിതകളുടെ ബാച്ച് ആണ്. 17 വുമൺ കാഡറ്റ്സ് ആണ് ഈ ഒരു അക്കാഡമിയിൽ നിന്ന്, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ബിരുദം നേടുന്നത്. 2 ദിവസം മുമ്പ് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അനൗൺസ്മെൻറ്റ്, അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. +2 ആണ് യോഗ്യത. 148ാമത് NDA കോഴ്സിൽ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് എത്ര കേഡറ്റുകൾ ബിരുദം നേടി? 339 കേഡറ്റുകൾ. 148ാമത്തെ NDA കോഴ്സിൽ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് 339 കേഡറ്റ്സ് ആണ് ബിരുദം നേടിയിട്ടുള്ളത്. BS സ്ട്രീമിൽ 1ാം റാങ്ക് നേടിയതിന് സിൽവർ മെഡലും ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ട്രോഫിയും ലഭിച്ച ആദ്യ വനിത കേഡറ്റ് ആരാണ്? ശ്രുതി ദക്ഷ. ദ ഫസ്റ്റ് വുമൺ ബാച്ച്, 17 വനിതകൾ അടങ്ങുന്ന ദ ഫസ്റ്റ് വുമൺ ബാച്ച്, ഇതിൻ്റെ ഗ്രാജുവേഷൻ സെറമണിയായിരുന്നു കഴിഞ്ഞ ദിവസം 29 മെയ്. ഇതിൽ BS സ്ട്രീമിൽ ഫസ്റ്റ് റാങ്ക് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ശ്രുതി ദക്ഷ. ആദ്യമായിട്ടാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ബാച്ചിൽ, അതും ശ്രുതി ദക്ഷ എന്ന പെൺകുട്ടി BS സ്ട്രീമിൽ ഫസ്റ്റ് റാങ്ക് നേടുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: MHA അനൗൺസസ് ഹോണറി പ്രൊമോഷൻ ഓഫ് 1 റാങ്ക് ഫോർ റിട്ടയറിംഗ് CAPF. വിരമിക്കുന്ന CAPFകാർക്ക് 1 റാങ്ക് ഓണറി പ്രൊമോഷൻ MHA പ്രഖ്യാപിച്ചു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് MHA പ്രഖ്യാപിച്ചിട്ടുള്ളത്. CAPFലെ വിരമിക്കുന്ന റാങ്കിലുള്ളവർക്ക് ആ ഒരു പ്രൊമോഷൻ, ഹോണർ റാങ്ക് പ്രൊമോഷൻ. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. CAPFകളിലും അസം റൈഫിൾസിലും ഓഫീസർ റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഓണർ റാങ്ക് നൽകാൻ ഏത് മന്ത്രാലയം തീരുമാനിച്ചു? ആഭ്യന്തര മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. അതായത് CAPFലെയും അതുപോലെ തന്നെ ആസാം റൈഫിൾസിലെയും ഓഫീസർ റാങ്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ആദരവിൻ്റെ ഭാഗമായിട്ട് ഓണർ റാങ്ക് ലഭിക്കുന്ന ആ ഒരു തീരുമാനം. CAPFകളിലും ആസാം റൈഫിൾസിലും ഓഫീസർ റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന ദിവസം അവരെ എങ്ങനെ ബഹുമാനിക്കും? ഓണർ റാങ്കായി 1 റാങ്ക് കൂടുതലായി നൽകും. ഒരു ഉദ്യോഗസ്ഥൻ, ഓഫീസർ റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുന്ന ലാസ്റ്റ് ഡേ അദ്ദേഹത്തിന് ആദരവിൻ്റെ ഭാഗമായിട്ട് ഓണർ റാങ്ക് നൽകുന്ന ഒരു പുതിയ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് CAPF, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലും ആസാം റൈഫിൾസിലും കൊണ്ടുവന്നിട്ടുള്ളത്. ആരുടെ ശുപാർശ പ്രകാരം CAPFലും ആസാം റൈഫിൾസിലും ഓഫീസർ റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഓണർ റാങ്ക് നൽകും? കമാൻഡിംഗ് ഓഫീസറിൻ്റെ, അതായത് ആ യൂണിറ്റിലെ ആ ഉദ്യോഗസ്ഥൻ്റെ അവസാനത്തെ ഡേ വരുന്ന ആ കമാൻഡിംഗ് ഓഫീസറിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഈ ഒരു റാങ്ക് നൽകുന്നത്. അതായത് ആ വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ, കഴിവ് എല്ലാം നോക്കിയിട്ടാണ് ഓണർ റാങ്ക് നൽകുന്നത്. അത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലും ഒപ്പം തന്നെ ആസാം റൈഫിൾസ് നൽകുന്ന ഒരു ഓണർ റാങ്ക് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്രേക്സ് ബാരിയേഴ്സ് വിത്ത് 800 ഗോൾസ് ഇൻ ക്ലബ് ഫുട്ബോൾ. ക്ലബ് ഫുട്ബോളിൽ 800 ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ തടസ്സങ്ങൾ മറികടന്നു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ 800 ഗോൾസ് തികച്ച കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫുട്ബോൾ ചരിത്രത്തിലെ 800ാമത്തെ ഗോൾ നേടിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ പ്ലെയർ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ 800ാമത്തെ ഗോൾ ആണ് നേടിക്കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏത് ടീമിനെതിരെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ 800ാമത്തെ ഗോൾ നേടിയത്? അൽ ഫത്താക്ക് എതിരായിട്ട് അൽ നസാറിന് വേണ്ടി. റൊണാൾഡോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ് ആണ് സൗദി അറേബ്യയിലെ അൽ നസാർ. അൽ നസാറിന് വേണ്ടിയാണ് ഇപ്പോൾ അൽ ഫത്ത എന്ന ഫുട്ബോൾ ക്ലബിന് എതിരെയാണ് റൊണാൾഡോ തൻ്റെ 800ാമത്തെ ഗോൾ നേടിയിട്ടുള്ളത്. ഈ ഫുട്ബോൾ സീസണിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ 2ാമത്തെ കളിക്കാരൻ ആരാണ്? ലയണൽ മെസ്സിയാണ്. ദ ഫസ്റ്റ് ഇസ് റൊണാൾഡോ, 2ാമത്തെ വ്യക്തിയാണ് ലയണൽ മെസ്സി, ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന 2ാമത്തെ വ്യക്തി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ടാറ്റ എയർബസ് ടു ബിൽഡ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് ഹെലികോപ്റ്റർ അസംബ്ലി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി നിർമ്മിക്കാൻ ടാറ്റ എയർബേസ്. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോവുകയാണ് ടാറ്റ എയർബസ് പ്രൈവറ്റ് ഹെലികോപ്റ്റേഴ്സ്. ഏത് സംസ്ഥാനത്താണ്
ടാറ്റ എയർബസ് പ്രൈവറ്റ് ഹെലികോപ്റ്റേഴ്സ് നിർമ്മിക്കാൻ പോകുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം എയർബസും സംയുക്തമായി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ഏത് സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത്? കർണാടക. കർണാടകയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് അസംബ്ലി ലൈൻ വരാൻ പോകുന്നത്, അതായത് ഒരു കമ്പനി വരാൻ പോകുന്നത്. ഇത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റവും എയർബസ് തമ്മിലുള്ള ഒരു കരാർ പ്രകാരമാണ് കർണാടകയിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന പ്രൈവറ്റ് ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ. ഇത് 2026 പ്രാവർത്തികമാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം എയർബസും സംയുക്തമായി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി സ്ഥാപിക്കുന്നത് ഏത് തരത്തിലുള്ളതാണ്? H-125 ഹെലികോപ്റ്റേഴ്സ്. H-125 ഹെലികോപ്റ്റേഴ്സ്, ആ ഒരു ടൈപ്പ് ഹെലികോപ്റ്റേഴ്സ് ആണ് ടാറ്റ എയർബസും ടാറ്റ അഡ്വാൻസ് സിസ്റ്റവും എയർബസും സംയുക്തമായി നിർമ്മിക്കാൻ പോകുന്നത്. വടക്കേ അമേരിക്കയിൽ H-125 ഹെലികോപ്റ്ററുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? A-Star. A-Star എന്ന പേരിലാണ് എയർബസ് വടക്കേ അമേരിക്കയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് H-125 ഹെലികോപ്റ്റേഴ്സിനെ ഇന്നിപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ പറയുമ്പോൾ തന്നെ ഏതാണ്ട് 2.5 കോടി മുതൽ 6,000 കോടി രൂപ വരുന്ന ഒരു വിലയാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റവും എയർബസ് തമ്മിൽ നിർമ്മിക്കാൻ പോകുന്ന പ്രൈവറ്റ് ഹെലികോപ്റ്റേഴ്സിന്റെ വില. നമ്മളിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ജനറൽ നോളജും ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തു. ഏതാണ്ട് 19ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.